നമസ്കാരം, ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ്, ജീവൻസ് ഡയബറ്റീസ് ആൻഡ് എൻഡോക്രൈൻ സെന്റർ, വിമല ഹോസ്പിറ്റൽ, ഏറ്റുമാനൂർ, കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടന്റ് എൻഡോക്രിനോളജിസ്റ്റുമാണ്. വണ്ണം വെക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആഹാരം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കാലറി നമ്മൾ അകത്തേക്ക് എടുക്കുന്നു. അത്രയും കാലറീസ് നമുക്ക് പലപ്പോഴും കത്തിച്ച് കളയാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഡയറ്റിൽ എന്താണ് നമ്മൾ ക്രമീകരിക്കണം? അപ്പോൾ വണ്ണം കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാലറീസ് കുറയ്ക്കണം. അപ്പോൾ കാലറി കുറവുള്ള ഫുഡ് സ്റ്റഫ്സ് നമ്മുടെ ഡയറ്റിൽ കൂടുതൽ എടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് പ്രോട്ടീൻസ് ആവശ്യത്തിൽ എടുക്കാം. നമ്മൾ കുറയ്ക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഇനി വെയിറ്റ് കുറയാൻ വേണ്ടി വേറെ പല ഡയറ്ററി ടെക്നിക്സും കൂടിയുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കാം. 5-2 ഡയറ്റ് എന്ന് പറയുന്ന ഒരു ഡയറ്റ് ഉണ്ട്. 5-2 ഡയറ്റ് എന്ന് പറഞ്ഞാൽ 5 ദിവസം നമ്മൾ നോർമലായിട്ട് കഴിക്കുന്നു, 2 ദിവസം നമ്മൾ കാലറി കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ചിക്കൻ, ഫിഷും, എഗ് വൈറ്റും മാത്രമുള്ള രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ. രണ്ടാമത്തെ കാര്യം എക്സസൈസസ്. ഇപ്പൊ എക്സസൈസസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എക്സസൈസ് കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും വെയിറ്റ് കുറയ്ക്കാൻ പറ്റില്ല. എക്സസൈസിന് വേറെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു 1/4-3/4 മണിക്കൂർ എക്സസൈസ് ചെയ്താൽ ഒരു 400 കാലറി അല്ലെങ്കിൽ 500 കാലറി കത്തുകയുള്ളൂ. അതുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മൾ ഡയറ്റ് ക്രമീകരിക്കാതെ നമുക്ക് വെയിറ്റ് ലോസ് കിട്ടില്ല. ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരു 150 മിനിറ്റെങ്കിലും നമ്മൾ നല്ല രീതിയിലുള്ള എക്സസൈസ് ചെയ്യണം. ഒരു 10-15 മിനിറ്റ് നമ്മൾ എയ്റോബിക് എക്സസൈസസ് ചെയ്യുക. ഇതിന്റെ കൂടെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മോഡറേറ്റ് ഇന്റൻസിറ്റി റെസിസ്റ്റൻസ് ട്രെയിനിങ്. അതായത് മസിൽ ഗ്രൂപ്പ്സിനെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഇത് വളരെ യൂസ്ഫുൾ ആണ്. അമിതവണ്ണം ഇതെല്ലാം ചെയ്തിട്ട് നമുക്കൊരു പരിധി വരെ കുറയുന്നുള്ളൂ, നമുക്ക് ഇത് കൂടുതൽ കുറയേണ്ടതുണ്ട് എന്ന് ഉള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം അമിതവണ്ണം ഉള്ളതുകൊണ്ട് നമുക്ക് പല റിസ്കുകളുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ പറ്റാവുന്ന രീതിയിൽ ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്തു, പക്ഷേ നമുക്ക് ആവശ്യത്തിന് കുറയുന്നില്ലെങ്കിൽ പിന്നെ മരുന്നുകളുടെ സഹായം നമുക്ക് തേടാം. ഇതെല്ലാം വളരെ സേഫായിട്ട് എടുക്കാവുന്ന മരുന്നുകളാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ പ്രധാനമായിട്ട് മോഡേൺ മെഡിസിനിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന 2 തരം മരുന്നുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഫാറ്റ് ബ്ലോക്കറാണ്. അപ്പോൾ അത് ഓരോ പ്രാവശ്യം നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂടെ അത് എടുത്താൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ അകത്തുള്ള കൊഴുപ്പ് അത് ശരീരത്തിൽ അബ്സോർബ് ചെയ്യാതെ പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇതിന് പ്രത്യേകിച്ച് സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ല. സാധാരണ ഈ ഒരു മരുന്ന് എടുത്ത് ഒരു 3 കിലോ 4 കിലോ 5 കിലോ വരെയൊക്കെ വെയിറ്റ് കുറയുന്നത് കാണാറുണ്ട്. ഇതിന് മുകളിലേക്കും വെയിറ്റ് ലോസ് ആവശ്യമുള്ളവർക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് GLP-1 ഏജന്റ്. ഈ ടൈപ്പ് ട്രീറ്റ്മെന്റ്സിൽ നമുക്ക് ഏകദേശം 15 കിലോ വരെയൊക്കെയുള്ള വെയിറ്റ് ലോസ്, 10% അല്ലെങ്കിൽ 15% വെയിറ്റ് ലോസ്, 20% വരെയൊക്കെ വെയിറ്റ് ലോസ് കാണാറുണ്ട്. മോഡേൺ മെഡിസിനിൽ ഈ 3 തരം ട്രീറ്റ്മെന്റ്സ് ആണ് ശരിക്കും ഉള്ളത്. ടാബ്ലറ്റ്സ് ഉണ്ട്, GLP-1 ഏജൻസ്, ഇഞ്ചക്ഷനും ടാബ്ലറ്റ്സും ഉണ്ട്, പിന്നെ സർജറിയും ഉണ്ട്. അമിതവണ്ണം ഉണ്ടെങ്കിൽ അതൊരു റിസ്ക് ഫ്രീ അപ്രോച്ച് അല്ല. അത് നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാൽ അത് പിന്നീട് വേറെ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും. അതുകൊണ്ട് അതിന് ഫലപ്രദമായ ചികിത്സ മോഡേൺ മെഡിസിനിലുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം ട്രീറ്റ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുകയും ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കുകയും ചെയ്യേണ്ടതാണ്. നന്ദി, നമസ്കാരം.